ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ നമ്മുടെ 1000 ഡേയ്സ് സ്റ്റഡി പ്ലാൻ 20 ക്ലാസ്സുകൾ പിന്നിട്ടു. 20 ക്ലാസ്സുകളിലായിട്ട് 4 പ്രധാന ടോപ്പിക്കുകളാണ് നമ്മൾ ചർച്ച ചെയ്തു തീർത്തത്. ഇന്ത്യൻ ഭരണഘടന, പൊതുജനാരോഗ്യം, ദുരന്ത നിവാരണം, ഇങ്ങനെയുള്ള 3-4 മേഖലകൾ, ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കലാ, കായികം, സാഹിത്യം തുടങ്ങിയ ഭാഗങ്ങളിൽ PSC ആവർത്തിച്ച ചോദ്യങ്ങൾ, അതല്ലെങ്കിൽ SCERT പാഠഭാഗങ്ങളിലുള്ള ചോദ്യങ്ങൾ, പ്രസ്താവന ചോദ്യങ്ങൾ, ഇവയുടെയൊക്കെ അനുബന്ധ വിവരങ്ങൾ. ഇന്ന് 3-ാമത്തെ ക്ലാസ്സാണ്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ശനി ഞായർ കൊണ്ട് ഈ ഒരു പോർഷൻ, കലാ, കായികം, സാഹിത്യം എന്ന പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. 2021 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം M. മുകുന്ദൻ. M. മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ഡൽഹി എ സോളിലുഖി എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. EV ഫാത്തിമ, K. നന്ദകുമാർ എന്നിവർ ചേർന്നാണ് നോവൽ വിവർത്തനം ചെയ്തത്. 25 ലക്ഷം രൂപയാണ് JCB സാഹിത്യ പുരസ്കാര തുക. വിവർത്തനം ചെയ്തയാൾക്ക് 10 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. സാഹിത്യ സൃഷ്ടികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാന തുക ലഭിക്കുന്ന JCB സാഹിത്യ പുരസ്കാരം JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷനാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതോ ആയ കൃതികൾക്കാണ് JCB പുരസ്കാരം ലഭിക്കുന്നത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ ബോക്സിംഗിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം ലാവ്ലീന ബോർഗോഹെയ്ൻ. കേട്ടിട്ടില്ലാത്തൊരു പേരാ. വനിതകളുടെ വെൽറ്റർ വെയ്റ്റ് വിഭാഗത്തിൽ 64-69 കിലോഗ്രാം ഇനത്തിലായിരുന്നു ലാവ്ലീനയുടെ വെങ്കല നേട്ടം. 2018-19 വർഷങ്ങളിൽ ലോക AIBI ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടന്ന ആദ്യ രാജ്യാന്തര ഓപ്പൺ ബോക്സിംഗ് ടൂർണമെൻറ്റിൽ സ്വർണവും, ഗുവാഹത്തിയിൽ നടന്ന 2ാം രാജ്യാന്തര ഓപ്പൺ ബോക്സിംഗ് ടൂർണമെൻറ്റിൽ വെള്ളിയും, 64-69 കിലോ വിഭാഗത്തിൽ 3ാം റാങ്കും ലാവ്ലീന നേടി. തിരുവാതിര കളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റേത്? നമുക്ക് ശരി വായിക്കാം. അരങ്ങകളിലും വീട്ടുമുറ്റത്തും സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന കലാരൂപമാണ്. ലാസ്യമാണ് പ്രധാന ഭാവം. പാതിരാ പൂച്ചൂടൽ തിരുവാതിര കളിയുമായി ബന്ധപ്പെട്ട പദമാണ്. കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്ത അവതരണമാണ് തിരുവാതിരകളി. മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിപ്പിക്കപ്പെടുന്ന ഈ നൃത്തം വനിതകൾ ചെറിയ സംഘങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. തിരുവാതിര കളിക്ക് മാത്രം ഉപയോഗിക്കുന്ന ധാരാളം ഗാനങ്ങളുണ്ട്. ആട്ടക്കഥയിലെ പദങ്ങളും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഓപ്ഷൻ D തെറ്റായത്. ധനുമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ച് പകൽ വീടിന് മുന്നിൽ ദശപുഷ്പങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നു. സൂര്യാസ്തമയത്തിന് ശേഷമാണ് തിരുവാതിരകളി ആരംഭിക്കുക. അർദ്ധരാത്രിയിൽ തിരുവാതിര നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞാൽ നർത്തകികൾ ഭക്ത്യാദരപൂർവം പാട്ടുകൾ പാടുകയും ദശപുഷ്പങ്ങൾ അഷ്ടമംഗല്യത്തോടൊപ്പം നിലവിളക്ക് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. പിന്നീട് ഈ പുഷ്പങ്ങൾ അവർ മുടിയിൽ ചൂടുന്നു. ഇതിനെയാണ് പാതിരാ പൂച്ചൂടൽ എന്ന് അറിയുന്നത്. ലാസ്യ അക്കാഡമി ഓഫ് മോഹിനിയാട്ടം ആരംഭിച്ച വർഷം 1995. സുപ്രസിദ്ധ മോഹിനിയാട്ടം നർത്തകി പല്ലവി കൃഷ്ണനാണ് 1995 ലാസ്യ അക്കാഡമി ഓഫ് മോഹിനിയാട്ടം ആരംഭിച്ചത്. തൃശ്ശൂരാണ് ആസ്ഥാനം. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കൃതിയായ വ്യവഹാരമാല രചിച്ചത് മഴമംഗലം നാരായണൻ നമ്പൂതിരി. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കൃതി ഘോഷയാത്ര.
മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ശൈലി കർണാടക സംഗീതം. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപമാണ് മോഹിനിയാട്ടം. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന മുഖക്കുറിപ്പ് ഉപയോഗിച്ച നോവൽ ഏത്? ഉത്തരം ആടുജീവിതം. ബെന്യാമിൻ എഴുതിയ മലയാളം നോവലാണ് ആടുജീവിതം. വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ആടുവളർത്തൽ കേന്ദ്രത്തിലെ ദാരുണ സാഹചര്യങ്ങളിൽ 3 വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിൻ്റെ കഥയാണ് ഈ കൃതി. സിനിമ ഇറങ്ങിയോണ്ട് കഥയൊക്കെ എല്ലാവർക്കും അറിയാം. 2008 ഓഗസ്റ്റിൽ ആദ്യ പതിപ്പ് ഇറങ്ങിയ ആടുജീവിതം 2009 കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല മലയാളം നോവലിനുള്ള പുരസ്കാരത്തിന് അർഹമായി. പ്രസ്താവനകൾ പരിശോധിക്കുക, ശരിയേതെന്ന് കണ്ടെത്തുക. 2001 പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് കൂടിയാട്ടം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയ കലാകാരിയാണ് മാർഗി സതി. തെറ്റാണ്. ശരിയാണ്. സ്ത്രീകൾ മാത്രമല്ല അവതരിപ്പിക്കുന്നത്. സ്ത്രീകൾ മാത്രം അവതരിപ്പിക്കുന്ന ക്ഷേത്രകല നങ്ങ്യാർ കൂത്താണ്, കൂടിയാട്ടമല്ല. കൂടിയാട്ടത്തിലെ പ്രധാന വാദ്യം മിഴാവാണ്. കേരളത്തിലെ പ്രശസ്തയായ നങ്ങ്യാർ കൂത്ത് കൂടിയാട്ടം കലാകാരിയാണ് മാർഗി സതി. 2015 അന്തരിച്ചു. ഫ്രാൻസ്, ഇറ്റലി, അമേരിക്ക, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ കൂടിയാട്ടം അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രസ്താവനകൾ പരിശോധിക്കുക. പ്രസ്താവനകൾ പരിശോധിച്ചാൽ ആദ്യ ഓടക്കുഴൽ അവാർഡ് ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അദ്ദേഹത്തെ കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നു. അടി കണ്ടാൽ ചിരിക്കുന്നോൻ, കുടിൽ കൊട്ടാരമാക്കിയോൻ, മകനെ ഗാന്ധിയപ്പൂപ്പൻ, അത്ഭുതങ്ങളിൽ അത്ഭുതം. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് രചിച്ച ആരമ്മേ ഗാന്ധി എന്ന കവിതയിലെ വരികളാണിത്. അപ്പോൾ ഇതിലെ 3 പ്രസ്താവനകളും ശരിയാണ്. ഇനി ഇതിൻ്റെ അനുബന്ധ വസ്തുതകൾ കൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ലാളിത്യവും പ്രസാദാത്മകതയും കൊണ്ട് മലയാള സാഹിത്യരംഗത്ത് ശ്രദ്ധേയനായ കവിയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിൽ വെണ്ണിക്കുളം ദേശത്ത് ചെറുകാട്ടുമടം വീട്ടിൽ പത്മനാഭക്കുറുപ്പിൻ്റെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി 1902 മെയ് 10 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ജനിച്ചത്. സംസ്കൃത പഠനത്തിന് ശേഷം മലയാളം പാഠശാലയിൽ ചേർന്നു. 1917 പ്രൈമറി സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തു തുടങ്ങി. ഭാഷാ ത്രൈമാസികത്തിൻ്റെ പത്രാധിപരായും ജോലി ചെയ്തിട്ടുണ്ട്. 1980 ഓഗസ്റ്റ് 29 അന്തരിച്ചു. അപ്പോൾ നമ്മൾ അടുത്ത 2 ദിവസം കൊണ്ട് കലാ, കായികം, സാഹിത്യം എന്ന് പറയുന്ന ഈ മേഖല പൂർണ്ണമായിട്ടും ചർച്ച ചെയ്ത് തീർക്കും. ഈ 5 ക്ലാസ്സും വ്യക്തമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.